ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും കാരുണ്യവും സൗഖ്യവും സമാധാനവും ഈ രാത്രിയിൽ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രോഗാവസ്ഥയിലായിരിക്കുന്ന അനേകർക്ക് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. വീണ് കാൽമുട്ട് പൊട്ടി വേദന സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് വേദനയാൽ ഒത്തിരി വേദനിക്കുന്ന, പ്രത്യേകിച്ച് ഷോൾഡർ അനക്കാൻ പറ്റാതെ വേദനിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിനിൻ്റെ വേദന മൂലം നടക്കാൻ പോലും കഴിയാതെ ദുഃഖിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 12-ാം തീയതി ഐ സർജറി ഉള്ള ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ഈ രാത്രിയിൽ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു. അവിടുത്തെ സൗഖ്യ സ്പർശനത്തിനു വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരിക രോഗങ്ങളെ, മാനസിക രോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, രോഗികളോട് കരുണ കാണിച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന, വചനമയച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ മുന്നിൽ നമുക്ക് താഴ്മയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം ആവശ്യമായ എല്ലാവരും ഈ രാത്രിയിൽ നിങ്ങളുടെ രോഗാവസ്ഥയിലുള്ള ശരീരഭാഗങ്ങളിൽ കരം സ്പർശിച്ച് ഈ പ്രാർത്ഥന തീരുവോളം പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവശക്തി നിങ്ങളുടെ കരങ്ങളിലേക്ക് വ്യാപരിക്കും. നിങ്ങൾ സൗഖ്യമുള്ളവരാകും. നിങ്ങൾ ഏത് ശരീരഭാഗത്താണോ ഇപ്പോൾ രോഗമുള്ളത്, വേദനയുള്ളത്, അവിടെ നിങ്ങളുടെ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കും. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ, യാത്രകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. അതിനാൽ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 118 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ വഴി നടത്തി, കാത്തു സംരക്ഷിച്ചു, പരിപാലിച്ചു. അതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ അനേകം രോഗികൾ നിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ പരസ്യകാല ജീവിതത്തിൽ അനേകം രോഗികളെയും, വ്യാധികൾ ബാധിച്ചവരെയും, പിശാചു ബാധിതരെയും, തളർവാദ രോഗികളെയും, മുടന്തരെയും, അന്ധരെയും, മൂകരെയും നിന്റെ അടുക്കൽ കൊണ്ടുവന്ന എല്ലാവരെയും, രോഗികളെ എല്ലാവരെയും നിന്റെ കരം തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തി. നിന്റെ വചനം അയച്ച് നീ സുഖപ്പെടുത്തി. അതിനാൽ ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അന്ധർക്ക് കാഴ്ച നൽകി, ബധിരർക്ക് കേൾവിശക്തി നൽകി, സംസാരശേഷിയില്ലാത്തവർക്ക് സംസാരശേഷി നൽകി. കർത്താവെ, 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി സംസാരിക്കാൻ ബന്ധപ്പെടുന്ന, സംസാരിക്കാൻ കഴിയാത്ത ഈ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ
അനുഗ്രഹത്താൽ ഈ കുഞ്ഞ് സംസാരിക്കുന്നതിന് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രക്തസ്രാവക്കാരിയായ ഒരു മകൾ 12 വർഷം ഡോക്ടേഴ്സിൻ്റെ എല്ലാ മരുന്നും കഴിച്ച് അനേകം വൈദ്യ ചികിത്സ നടത്തി എങ്ങും ഒരു സൗഖ്യവും കിട്ടാതെ, കയ്യിലുള്ള പണമെല്ലാം തീർന്ന് സൗഖ്യം ലഭിക്കാതെ നിരാശയിൽ കഴിഞ്ഞ ആ മകൾ നിന്നെ ഒന്ന് സ്പർശിച്ചാൽ, നിന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സുഖപ്പെടും എന്ന അവളുടെ വിശ്വാസത്താൽ അവൾ നിന്നെ സ്പർശിച്ചപ്പോൾ നിന്നിൽ നിന്നും ശക്തി അവളിലേക്ക് പ്രവഹിച്ച് ആ മകൾ പരിപൂർണ സൗഖ്യം ലഭിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഇന്ന് ആ ശക്തി ഞങ്ങളിലേക്കും അയക്കണമേ. ഇന്ന് ഞങ്ങൾ നിന്നെ വിശ്വാസത്തോടെ നിന്നെ സ്പർശിക്കുന്നു. ആത്മീയമായ കണ്ണുകളോടെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ഈ സമയം നിന്നെ ഞങ്ങൾ സ്പർശിക്കുന്നു. രോഗികളായ എല്ലാവർക്കും ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം നൽകണമേ. വേദനയിൽ കഴിയുന്ന എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, തങ്കമ്മ അലക്സ് അടൂർ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലീന അലക്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അസാധ്യങ്ങളെ സാധിക്കുന്ന കർത്താവേ, ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ചു, ഞങ്ങൾ വ്യക്തികളിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട് ഒന്നിലും ഒരു അഭിവൃദ്ധിയില്ലാതെ ഇപ്പോൾ നിരാശ പൂണ്ട് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. കർത്താവേ, നിന്റെ കരം വെച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളിൽ രോഗികളായ അനേകരുണ്ട്. ഇന്നീ രാത്രിയിൽ നിന്റെ സൗഖ്യം ഓരോ രോഗിക്കും കൊടുക്കണമേ. കർത്താവേ, രോഗം ബാധിച്ച ശരീരഭാഗത്തിൽ ഈ മക്കൾ അവരുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ കരം ഈ മക്കളുടെ കരങ്ങളിലേക്ക് തൊട്ട് അവരുടെ കൈകളിൽ കൂടി അവരുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനുള്ള ശക്തി നീ അയച്ച് ഇപ്പോൾ അവരുടെ കൈകളെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഈ മക്കൾ ഏത് ശരീരഭാഗത്താണോ രോഗം കാരണം കരം വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ അവരുടെ കൈകളെ നീ അഭിഷേകം ചെയ്യണമേ. ദൈവശക്തി നിങ്ങളുടെ കൈകളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സ്ഥലം, ആ ശരീരഭാഗം ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ രക്ഷ, യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവ് വഹിക്കുന്നു. നിങ്ങളുടെ വേദനയുള്ള ശരീരഭാഗം, രോഗം ബാധിച്ച ശരീരഭാഗം, നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള എല്ലാവരും നിങ്ങളുടെ ആ കാലുകളിലേക്ക് നിങ്ങൾ സ്പർശിക്കുക. കൈ പൊക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ തോളുകളിലേക്ക്, കൈമുട്ടുകളിലേക്ക് നിങ്ങൾ സ്പർശിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉദര സംബന്ധമായ രോഗികൾ നിങ്ങളുടെ ഉദരത്തിന്മേൽ കരം വെച്ച് സ്പർശിച്ച് പ്രാർത്ഥിക്കുക. കണ്ണ് കാണാൻ വയ്യാത്തവർ, കണ്ണിന് വേദനയുള്ളവർ കണ്ണിൽ നിങ്ങൾ കരം വെച്ച് സ്പർശിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഹൃദ്രോഗികൾ നിങ്ങളുടെ ഹൃദയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കിഡ്നി രോഗികൾ നിങ്ങളുടെ കിഡ്നി ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സൗഖ്യമായി കൊണ്ടിരിക്കുന്നു. കർത്താവ് നിന്നെ രോഗങ്ങളെ എടുത്തു മാറ്റുന്നു. ഈശോയുടെ തിരുമുറിവുകളുടെ യോഗ്യതകളാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക. പൂർണ്ണമായി കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കരുണ ചൊരിഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന നീ കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിപൂർണ സൗഖ്യം ഇവരോരോരുത്തരും അനുഭവിച്ച് നിന്റെ സാക്ഷ്യം പറയുന്നതിന് നാളത്തെ പ്രഭാതത്തിൽ നീ ഇവരെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപകടം കാരണം മരിച്ചുപോയ ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ. കർത്താവേ, അനേകർ
നിസ്സഹായ അവസ്ഥയിൽ കുടുംബം പുലർത്താൻ പോലും കഴിയാതെ കുടുംബം പുലർത്തേണ്ട ഒരു മകൻ ദൈവമേ ബൈക്ക് ആക്സിഡന്റിൽ ഇന്ന് മരിച്ചു പോയത് ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ നീ കരുണയോടെ നോക്കണമേ. ആരുമില്ലാത്ത ആ കുടുംബത്തിന് നീ തുണയാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത പ്രശ്നങ്ങളിൽ ഈ രാത്രിയിൽ ഒരു പരിഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദുരിതങ്ങളിൽ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ കാരുണ്യം കാണിക്കുന്ന കർത്താവേ, ഞങ്ങളെ കരുതുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നാഥ, ഞങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമേ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സകലതും നൽകിയ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും സംരക്ഷണവും അങ്ങയുടെ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നിന്റെ നിരന്തരമായ മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. മാതാവേ, ഞങ്ങളെ നീ കൈവിടരുതേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഈ മക്കൾ ഓരോരുത്തരും ദൈവശക്തിയാൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. മാതാവേ, രോഗികളായ വേദനിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഈ രാത്രിയിൽ നീ ശക്തമായി മധ്യസ്ഥം വഹിച്ച് ഇവരിൽ രോഗികളായവർക്ക്, ശാരീരികവും മാനസികവുമായ രോഗത്തിനടിമകളായവർക്ക് ഇന്ന് രാത്രിയിൽ നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഇവർക്ക് ശക്തി കിട്ടാനും ആരോഗ്യം കിട്ടാനും രോഗം സുഖപ്പെടുന്നതിനും വേദനയിൽ നിന്ന് പൂർണ്ണ മുക്തി ലഭിക്കുന്നതിനും മാതാവേ, ശക്തമായി ഈ മക്കളെ നീ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ക്ഷമിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും പരിപൂർണ സൗഖ്യം നൽകി സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങളെ വീണ്ടും ആരോഗ്യത്തോടെ വിളിച്ചുണർത്തട്ടെ. നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. എല്ലാം ദൈവകരങ്ങളിൽ, നാളത്തെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഏറ്റെടുക്കണമേ, സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും
ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.